ടോക്സിക് എന്ന പടം കണ്ടിതാ ഇപ്പോൾ വന്ന് വീട്ടിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ടോക്സിക് എന്നുള്ള സിനിമ ഞാൻ ഓണത്തിന് ഒരുപാട് കാത്തിരുന്ന പടമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ 20-ാം തീയതി ടിക്കറ്റ് ഇങ്ങനെ സ്റ്റാർട്ടായപ്പോൾ മുതൽ ഓരോ മണിക്കൂറിൽ ഞാൻ വന്ന് നോക്കും, ഇവിടെ വീടിൻ്റെ അടുത്തുള്ള രേവതി തിയേറ്ററിൽ ഈ സിനിമ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നെങ്കിൽ ആ സെൻറ്റർ നോക്കി ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ 2:30-2:30-ക്കായിരുന്നു ഫസ്റ്റ് ഷോ രേവതിയിൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആശീർവാദിൽ കൊട്ടിയത്ത് നോക്കിയപ്പോൾ സെൻട്രൽ സീറ്റ് പോയി, ചെറിയൊരു സൈഡ് സീറ്റാണ്. പക്ഷേ എനിക്ക് ആ സിനിമ കാണുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുമ്പോൾ സെൻട്രൽ സീറ്റ് തന്നെ ഇരുന്ന് കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ സെൻട്രൽ സീറ്റ് വാശി പിടിച്ചില്ല. കാരണം രാവിലെ 6 മണിക്ക് തന്നെ ഫസ്റ്റ് ഷോ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ 6 മണിക്ക് തന്നെ പോയി. അങ്ങനെ തിയേറ്ററിൽ വന്നു, സിനിമ തുടങ്ങി. മറ്റേ റിക്ലൈനർ ആയിരുന്നു, കിടന്നാൽ കാണാൻ പറ്റും. അത് നന്നായി അത് എടുത്തത്. അങ്ങനെ സിനിമ തുടങ്ങി. സിനിമയെക്കുറിച്ച് പറയാം. സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് നമ്മൾ ആ സിനിമ കാണണം. അതിൻ്റെ അഭിപ്രായം ഞാൻ ടോക്സിക് ആയിട്ട് തന്നെ ഇരിക്കും. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആനിമൽ എന്ന് പറഞ്ഞ മുമ്പ് ഒരു പടം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒട്ടും വലുതായിട്ട് ദഹിക്കാഞ്ഞ, പക്ഷേ കുറച്ച് പേർക്ക് ദഹിച്ച പടം. അതെനിക്ക് അത്യാവശ്യം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അതായത് പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ ഈ എൻ്റെ റിവ്യൂ കേട്ട് നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയത്തില്ല, കാണരുത് എന്നും പറയത്തില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പോയി കാണുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വേറെയാണ്. ചിലപ്പം അതങ്ങനെയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് KGF കണക്കൊന്നും എന്നെ കണക്ട് ചെയ്തതൊന്നുമില്ല. സോ ഒരു പടങ്ങളൊക്കെ എനിക്ക് വലിയ രീതിക്ക് ഇമോഷണലി കണക്ട് ചെയ്തതൊന്നുമില്ല. സഹോദര ബന്ധമായിക്കോട്ടെ, ഒന്നും തന്നെ. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അവസാനം വരെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആ പാട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കുറേ നാളുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് ഈ സിനിമയിലെ പാട്ട്. അപ്പോൾ അതേ കണക്ക് തന്നെ അതിൽ ഇപ്പോഴും ഞാൻ തിരിച്ച് ആ കൊട്ടിയത്തുനിന്ന് ഇവിടം വരെ വീട് വരെ വരുന്നവരെ അതിൻ്റെ ഓരോ സീൻസ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. സോ അതെനിക്ക് ഇഷ്ടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. അത് അല്ലാതെ പക്ഷേ ഒരിക്കലും എന്താ പറയുക, ഒരു ഭയങ്കര രീതിക്ക് വെച്ചിട്ട് ഇറങ്ങാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റൊക്കെ വന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ബോറടിച്ച് ഇറങ്ങി ഓടാനും എനിക്ക് തോന്നിയില്ല. എൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്നില്ല. രാവിലെ 5 മണിക്ക് 5:30 തന്നെ ഞാൻ ഇറങ്ങി. ആദ്യം തന്നെ തിരുവോണമായിട്ട് പോയി സിനിമ കണ്ടിട്ട് ഭയങ്കര കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം ഓണത്തിന് ഞാൻ വേറൊരു സിനിമ ഇതുവരെ കാണാനായിട്ട് പോയില്ല. ഫസ്റ്റ് കാണുന്ന പടമാണിത്. കാരണം പൃഥ്വിയുടെ ഒരു പടം, നാളത്തേക്ക് എന്തോ ഓഫീസിൽ നിന്ന് പോകണമായിരുന്നു. അതേ കണക്ക് തന്നെ മറ്റേ പടമുണ്ട്, നിവിൻ്റെ പടമുണ്ട്, അത് പോയി കാണണം ഫാമിലിയായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരിത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. എൻ്റെ അടുത്ത് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, സ്റ്റാറ്റസ് കണ്ടിട്ട് തന്നെ ഒരുപാട് പേരുടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ടോക്സിക് ആയ ഒരു രീതി ഒരാളുടെ കണ്ണിലൂടെ കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഭയങ്കര വൗന്നുണ്ടോ ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ പോയി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണും. ആരുടെയും വാക്കേക്കണ്ട. ഓക്കെ, എന്നാൽ ശരി.